എല്ലാവർക്കും നമസ്കാരം. മലയാളി ഹോം മേക്കറിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ മീൻകറിയാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന മീൻകറിയില്ലേ, ആ മീൻകറിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ ക്രിസ്മസിന് നമുക്ക് ഈ മീൻകറി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് മീൻകറി വെക്കാനായിട്ട് കേരയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 കിലോ കേര മീനുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ മീനിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്ത ശേഷമാണ് നമ്മളിന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ വറുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് മീൻ വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ഊണിനൊക്കെ മീൻ വറുക്കുന്നത് പോലെ മൊരിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ മീൻ വറുത്തിട്ട് കറി വയ്ക്കുമ്പോൾ മീൻ കറിക്ക് കുറച്ചും കൂടി സ്വാദ് കൂടും. അതുപോലെ തന്നെ മീൻ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ സാധാരണ മീൻ കറി വയ്ക്കുമ്പോൾ ചിലപ്പോൾ കഷ്ണ മീനൊക്കെ ആണെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വറുത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ പൊടിഞ്ഞൊന്നും പോവില്ല, കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മുരിയുന്ന രീതിയിലാണ് വറുത്തെടുക്കുന്നത്. കാരണം നമുക്കിതിന് കറി വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇനി കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മീൻ കറി വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത് മൺചട്ടിയാണ്. മൺചട്ടിയിലൊക്കെ വയ്ക്കുന്ന മീൻ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അത് നമ്മളെ പണ്ടത്തെ വിറകടുപ്പിലൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വിറകടുപ്പൊന്നുമില്ല, അപ്പോൾ നമ്മളൊന്ന് ഗ്യാസിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീൻ കറികളൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ വെക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു ചെറിയ ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കടുകൊക്കെ നന്നായി പൊട്ടി വരണം. അപ്പോൾ കടുക് പൊട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അത് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഏതാണ്ട് മൂത്തൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 10 ചുവന്നുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നായി വെന്ത് വരണം, അതുവരെ നമുക്കിതൊന്ന് വഴറ്റാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻകറിക്ക് കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിത് നന്നായി വഴറ്റിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒരു വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ എപ്പോഴും പേസ്റ്റ് ആക്കിയിട്ട് കറികളിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. പ്രത്യേകിച്ച് മീൻ കറിയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ആക്കിയ ശേഷം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കറിയിൽ മുളക് പൊടിയുടെയൊക്കെ കൂട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 4-5 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ കുടംപുളിയൊക്കെ ചേർത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ എപ്പോഴും തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും, കുറച്ചും കൂടി ടേസ്റ്റും കൂടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കരുത്, കാരണം നമ്മുടെ മീൻ പൊടിഞ്ഞു പോവും. അപ്പോൾ
ഇത് ഇനി നന്നായി വെന്ത് കുറുകി വരണം. അപ്പോൾ ഓൾറെഡി നമ്മൾ വറുത്ത മീനായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ കുറുകി നല്ല പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കല്യാണ വീടുകളിലൊക്കെ ഇതുപോലെയാണ് മീൻ കറി വയ്ക്കുന്നത്. അവർ 2-3 ദിവസം മുന്നേ, അതായത് കല്യാണത്തിന് 2-3 ദിവസം മുന്നേ തന്നെ മീൻ കറി തയ്യാറാക്കി വയ്ക്കും. അപ്പോൾ മീൻ കറിക്ക് കുറച്ചും കൂടി സ്വാദ് കൂടും. അപ്പോൾ 2-3 ദിവസം വരെ കേടാവാതിരിക്കുന്ന ഒരു മീൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.